വചനമൊഴി മെയ് 17. വചനഭാഗം 1 കോരിന്തോസ് 14:20-25, മർക്കോസിന്റെ സുവിശേഷം 6:1-6. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവിടെ നിന്ന് പോയി സ്വദേശത്ത് വന്നു. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്തായപ്പോൾ അവൻ സിനഗോഗിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്കുകേട്ട് അനേകർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്തെന്ത് അത്ഭുതങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദ, സിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മോടുകൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. ഈശോ അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനങ്ങളിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ സ്വന്തം ദേശത്തായിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്ന് സുവിശേഷത്തിൽ കേൾക്കുന്നത്. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഈശോയുടെ സ്വന്തം ദേശത്ത് ഉള്ളവരായിരുന്നെങ്കിലും ഈശോയിൽ അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് ഈശോ അത്ഭുതപ്പെട്ടെന്നാണ് പറയുന്നത്. ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടും വിശ്വാസത്തിലേക്ക് വരാതെ, എന്നാൽ ഈശോയുടെ സ്വന്തം ദേശത്തുകാരാണ് എന്ന സ്ഥാനം ഉള്ള ആളുകൾ ഈശോയെ അനുഭവിക്കണമെങ്കിൽ അവിടുന്ന് വിശ്വസിക്കുക, ആഴമായ വിശ്വാസത്തോടുകൂടി ഈശോയെ സമീപിക്കുക. വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് അനുഭവത്തിലേക്ക് അവർക്ക് വരുവാനായിട്ട് സാധിച്ചത്. വിശ്വാസരാഹിത്യം കൊണ്ട് ഈശോയ്ക്ക് അവരുടെ ഇടയിൽ അധികം പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഈശോ നമ്മുടെ ഇടയിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തോടുകൂടി അവിടുത്തെ സ്വീകരിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും അവിടുത്തോടു കൂടെ ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ്. വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ഈശോയെ കൂടുതൽ അനുഭവിക്കുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.